അതെ, രാവിലെ തന്നെ ലാപ്പ് ഓണാക്കി ചാർട്ട് എടുത്ത് ജസ്റ്റ് വാച്ച് ചെയ്ത് നോക്കുന്നതിൻ്റെ ഇടയിലാണ് എൻ്റെ മനസ്സിൽ സംഭവിച്ചത് എന്താണെന്നല്ലേ, വാട്ട് എ ട്രേഡിംഗ് എ ഡേ എന്നുള്ള സംഭവം ചെയ്താലോ എന്ന്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, ഇതിലെൻ്റെ ട്രേഡിംഗ് എൻട്രീസ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ്, ഇതിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ്, ഇതിൻ്റെ ജേണൽ എൻട്രീസ് ഇതൊന്നും തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. പക്ഷേ നിങ്ങളൊരു ട്രേഡ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, ഒരു ട്രേഡിലേക്ക് എൻട്രി ചെയ്യുകയാണെങ്കിൽ നിങ്ങളിത് മസ്റ്റായിട്ടും ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു ബോണസ് പോയിൻ്റാണ്. അപ്പോൾ അതെന്താണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന എൻ്റെ എൻട്രീസ്, നെക്സ്റ്റ് പോസിബിൾ മൂവ്, ലേറ്റസ്റ്റ് ന്യൂസ്, എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ സ്റ്റോറിയിൽ അപ്പം തന്നെ ഞാൻ മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ആരും മറക്കണ്ട, ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോ. ഇത് ഒരിക്കലും ഒരു ട്രേഡിംഗ് സിഗ്നലായിട്ട് എടുക്കരുത്. ഇത് ജസ്റ്റ് നെക്സ്റ്റ് പോസിബിൾ മൂവ് എന്നുള്ള മൈൻഡിൽ മാത്രം എടുക്കുക. ഓക്കെ, അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഗോൾഡിൻ്റെ ചാർട്ട് നല്ല രീതിക്ക് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ എൻട്രി സെറ്റപ്പിലേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ഒരു എൻട്രി പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ഒരു എൻട്രി ഇടുകയും ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ എൻട്രി. അതിന് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഏകദേശം രാവിലെ ഞാൻ എൻട്രി എടുത്തിട്ട് ഏകദേശം ഈവനിങ് വരെ ഞാൻ ആ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ 1:2 നല്ല ഷാർപ്പായിട്ട് DP അടിച്ചിട്ടുണ്ട്. ഇതും തന്നെ ഞാൻ സ്റ്റോറിയിൽ ആദ്യം തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏകദേശം നമുക്കൊരു $50 അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഗോൾഡിൻ്റെ എൻട്രി ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു എൻട്രി സെറ്റപ്പ് കിട്ടി. അതിൽ ഞാൻ എൻ്റർ ആയതിനു ശേഷം പിന്നെ ഞാൻ ലാപ്പ് അടച്ചു വെച്ചു. പിന്നെ ഞാൻ ചാർട്ടിലേക്ക് നോക്കിയിരിക്കാറില്ല. അപ്പോൾ ഏകദേശം ടൈം 6 മണിയായിട്ടുണ്ടായിരുന്നു. ഇന്ന് 6 മണിക്ക് USDയിൽ ന്യൂസ് ഉണ്ടായിരുന്നു, ഹൈ ഇമ്പാക്റ്റ് ന്യൂസ് ആയിരുന്നു. അപ്പോൾ ഞാനത് രാവിലെ നോട്ട് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ അത് ഓർമ്മ ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടും കൂടിയായിരിക്കാം SL അടിച്ചത്. അപ്പോൾ ഈ SLോട് കൂടി ഞാൻ ഇന്നത്തെ എൻ്റെ ട്രേഡിംഗ് ഡേ നിർത്തി. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ ഞാൻ സ്റ്റിൽ പ്രോഫിറ്റബിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ട്രേഡിംഗ് ഡേ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ഫോളോ ചെയ്യുന്ന കാര്യം മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.